നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ കലാപമാണ് ഗൈസ്. എനിക്കറിയാം മഴ ഗൈസ്, ഇവിടെ മൊത്തം കലാപമാണ് ഗൈസ്. ഇട്ടിട്ട് ഞാൻ ജോലിക്ക് പോണാണ്. ഞാൻ ബ്രേക്കിന് ഫോൺ എടുത്തപ്പോഴേക്കും ഫോണിൽ തുരുത്തൊരു മെസ്സേജ് കോള്. ഞാൻ ചെന്ന പ്രശ്നം നീ വയറിലാവണേണ് എന്ന് പറഞ്ഞു. കലാപം എന്ന് പറഞ്ഞാൽ എന്ത് കലാപമാണ്? അതിവിടെ അല്ല, അത് വേറെ സ്ഥലത്ത് നടക്കണേണ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കി കുറെ ആൾക്കാർ നിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിപ്പോ എന്നെ കുറെ ആൾക്കാര് നീ UK ജീവിക്കണവരുടെ പേര് ദോഷം ഉണ്ടാക്കണേണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് നല്ലത് മര്യാദക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണതാന്ന്. ആദ്യം ജോലിക്ക് പോയത് എവിടെയായിരുന്നു? ഒരു റെസ്റ്റോറന്റിലാണ് പോയത്. പാത്രം കഴുകലായിരുന്നു. അത് അവിടുത്തെ മറ്റേ കഴുകണ സാധനമല്ലേ, അത് ഇങ്ങനെയാണ് താഴ്ത്തോട്ടാ. നമ്മ ഇങ്ങനെ നിൽക്കുമ്പോ താഴ്ത്തോട്ടാ പാത്രം ഇതിലോട്ട് വെച്ചൊരു റെസ്റ്റ് ഇല്ല, കണ്ടിന്യൂസ് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം. അതും ചൂടുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നിങ്ങനെ ഉണ്ട്. അവിടുന്ന് എന്തുകൊണ്ട് ഇറങ്ങി? അവിടുന്ന് എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടുത്തെ ഷെഫിന്റെ ഒരു അത്ര നല്ല സ്വഭാവമായിരുന്നില്ല അയാൾക്ക്. എന്നോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറി. അവിടെ ചെല്ലുന്ന കുട്ടികൾ സേഫ് ആണോ? കുറെ ആൾക്കാർ ഈ ഡ്രഗ് അഡിക്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ എവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇവരൊന്നും നമുക്ക് രാത്രിയൊക്കെ ഇവര് വെറുതെ വന്ന് ഇടിക്കുക അങ്ങനെയൊക്കെയാണ്. ലൈക്ക് ഇവർക്ക് ബോധമുണ്ടാവേണ്ടി ഫസ്റ്റ് അതിന്റെ പ്രശ്നങ്ങളാ. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോ കുറെ ആൾക്കാർ പറയും അത് നീ നിക്കണ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ലണ്ടനിലാണ്, സ്ട്രാറ്റ്ഫോർഡ് അവിടെ ഞാൻ നിന്നിരുന്നത്. അവിടെ ഉണ്ട് പ്രശ്നങ്ങള്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. എറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം നമ്മുടെ കൂടെ ഇതാ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പലരും പല റീൽസും ഓൺ വോയിസിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ശൈലിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു അതിഥിയാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പലർക്കും അറിയാം ഗായ്സ് ഇവിടെ മൊത്തം കലാപമാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് നമുക്കൊരു ശ്രദ്ധ തന്ന് വേഗം ആ പേജിൽ കൂടി കയറി ഒരു ഫോളോവർ ആക്കി മാറ്റിയ നമ്മുടെ സ്വന്തം മേരിക്കുട്ടിയാണ്. മേരിക്കുട്ടി നമസ്കാരം, എന്താണ് വിശേഷമൊക്കെ? എന്തൊരു വിനയം, ഹാപ്പി, നന്നായി പോകുന്നു. എങ്ങനെയുണ്ട് UK നിന്ന് എത്തിയപ്പോ? ഞാൻ December 25. UK വിശേഷം അറിയണമെങ്കിൽ മേരിക്കുട്ടിയുടെ പേജിൽ കയറിയാൽ മതിയായിരുന്നു. ഒരു ടൈമിൽ അവിടെ എന്താണ് A to Z എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. UK പോയത് ഏത് ഇയറിലായിരുന്നു? 2021 October 13th ആണ്. കറക്റ്റ്, October 13. എങ്ങനെയാണ് ആ ഒരു പ്ലാൻ മനസ്സിൽ വന്നത്? എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയി താമസിച്ച് പഠിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്ത് വിടാറുണ്ടായിരുന്നോ? കോളേജിൽ പോകണ്ടേ? കോളേജിലൊക്കെ പുറത്ത് കറങ്ങാനൊക്കെ പോകാൻ സമ്മതിക്കുമായിരുന്നു? അതൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ആഗ്രഹം എവിടെയെങ്കിലും മാറി നിന്ന് പഠിക്കണമെന്ന്. അപ്പൊ എന്താണ്, ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ ടൈമിലാണ് കൊറോണ വന്നത്. അപ്പൊ കൊറോണ വന്നപ്പോ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിൽ കിട്ടി. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവര് പറഞ്ഞു ഓൺലൈൻ പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ ഡൽഹി പോകാൻ പറ്റില്ലല്ലോ, പുറത്തും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പുറത്തോട്ട് പോകാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഓക്കെ, ചേട്ടനെ വിടണമെന്നായിരുന്നു. ചേട്ടന് പോണമെന്നില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ പോയിക്കോളാൻ പറഞ്ഞു. എല്ലാരും കൂടി ഇത് കേൾക്കാൻ കാത്തിരിക്കരുത്, പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞോണ്ട് അന്വേഷിച്ചു തുടങ്ങി. ഞങ്ങൾ പോയി. അങ്ങോട്ട് പോകുന്ന വരെ മനസ്സിൽ എന്തായിരുന്നു? UK എന്ന് പറയുമ്പോ ഇവിടുന്ന് കയറി ചെല്ലുന്നവരെ പല പല സിനിമകളിലെ പാട്ട് സീനൊക്കെ ആണോ മനസ്സിലുണ്ടായിരുന്നു? UK എന്ന് പറഞ്ഞൊരു സ്വർഗം എന്ന് ഞാൻ വിചാരിച്ചു. മഞ്ഞ് വീഴുന്ന സ്വർഗമായിരുന്നു UK. അവിടെ ചെന്നെന്ന് പറയാം. എപ്പോഴാണ് അത് സ്വർഗം അല്ലാതായ? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, ഇത് വേറൊരു കാര്യം കേട്ടോ. ഇത് UK പോയിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ UK കുറ്റം പറയുന്നതല്ല. പലർക്കും, എല്ലാവർക്കും എന്ന് പറയുന്നില്ല, പലർക്കും അവിടെ ചെന്നിട്ട് പല ഡിപ്രഷനൊക്കെ ആവാറുണ്ട്. അയ്യോ ഞാൻ വിചാരിച്ചത് എൻ്റെ സ്വന്തം കിനാശേരി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് ഒരു സാധാരണ ഒരാൾക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന വികാരങ്ങൾ അതാണ് പറയുന്നത്. അല്ലാണ്ട് ദൈവത്തോർത്തത് UK കുറ്റം പറഞ്ഞു, UK ചീത്തോർന്ന് പറഞ്ഞു ഒരാളും വന്നേക്കരുത്. ആദ്യമേ പറഞ്ഞേക്കാം. ഇനി പറയൂ, ലൈസൻസ് എടുത്ത്. അപ്പൊ എന്താണ് അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് ജോലി കിട്ടാണ്ടായപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അല്ല, ഇവിടുന്ന് ജോലി മനസ്സിൽ പാർട്ട് ടൈം ജോലിയും കൂടെ പഠിക്കാൻ വേണ്ടിട്ടല്ലേ പോയെ?
അതെ അതെ അതെനിക്കറിയാം. കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ ഒരു UK പോകാൻ വേണ്ടി ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവർ ഓൾറെഡി ആദ്യമേ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പഠനത്തോടൊപ്പം ജോലിയും ഞങ്ങൾ അവിടെ സെറ്റാക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടാണ്. അല്ല അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നോ? അതെ അതെ അതെല്ലാരും പറയുമല്ല. എന്നിട്ട് അവിടെ ചെന്നപ്പോ എന്താ ഉണ്ടായേ? അവിടെ ചെന്നപ്പോ നമ്മൾ ഒറ്റക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ജോലിയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം, അല്ലാതെ ആരും വരില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ കിടന്നുറങ്ങണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടും. അവിടെ ചെന്നപ്പോ ഒരു കാര്യം മനസ്സിലായി, വീട്ടിലിരുന്ന് വെറുതെ തിന്നുന്ന പോലത്തെ സുഖം അവിടെ ചെന്നാൽ കിട്ടില്ല. കഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ഇറങ്ങണം. ലൈക്ക് നമ്മൾ ഇറങ്ങാൻ റെഡി ആയിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയത്, അല്ലാണ്ടൊന്നും അല്ല പോയത്. നമുക്ക് അറിയായിരുന്നു അവിടെ ചെന്നാലും പണിയെടുക്കാണ്ടൊന്നും പൈസ കിട്ടില്ലെന്ന് നമുക്ക് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ പോണത്. അങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ് പോയത്. പക്ഷെ തുടക്കം തന്നെ ജോലി കിട്ടാണ്ടൊക്കെ ആയപ്പോ എന്നുവെച്ചാൽ പെട്ടെന്ന് ആവുമെന്നാണ് എല്ലാരും പറഞ്ഞത്. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല, കുറച്ച് കഷ്ടപ്പെടണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുന്ന് ഓരോ ഇത് സിനിമയിലെ പാട്ടൊക്കെ കേട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവരറിയും അല്ലേ. എന്നാലും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥലവുമാണ് അല്ലേ. നമ്മളെല്ലാം അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയുന്നുണ്ട്. ഇവിടുന്ന് ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി, പിന്നെ പുറത്തേക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും. ഞങ്ങള് ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി ഇറങ്ങും ചോദിക്കാനായിട്ട്, ജോലി ഉണ്ടോ, വേക്കൻസി ഉണ്ടോ. നമ്മളെല്ലാ കടയിലും, അത് ഞാൻ ചെന്ന ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ കുറേ ഷോപ്സും കാര്യങ്ങളും ഇല്ല അങ്ങനെ ജോലി കിട്ടാൻ. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി ഇങ്ങനെ ചോദിക്കാം, അറിയണവിടത്തൊക്കെ കയറി ഇറങ്ങി ചോദിക്കണം. എന്നിട്ട് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അങ്ങനെയാണ് പിന്നെ അന്വേഷിച്ചാണ് റോട്ടിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കെയർ ഹോമിലൊക്കെ നമുക്ക് ജോലി എടുക്കാൻ പറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ നോക്കാം എന്നുള്ള രീതിക്കാണ് അങ്ങനെ തുടങ്ങിയത്. ഒരു ഒറ്റ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന കുട്ടികൾ സേഫ് ആണോ? ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതിൽ എനിക്ക് തോന്നിയിട്ടില്ല അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ലെസ്റ്ററിൽ നിന്നിട്ടുണ്ട്. ലെസ്റ്റർ ഒരു കാം പ്ലേസ് ആയിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ലെസ്റ്ററിൽ നിന്ന്. ഇല്ലെന്ന് ഇതായിട്ട് പറയണമെന്നില്ല, പക്ഷെ ഉണ്ട്. പക്ഷെ അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ലണ്ടനിലോട്ട് മാറിയായിരുന്നു. പക്ഷെ ലണ്ടനിലോട്ട് മാറിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ ഡ്രഗ് അഡിക്റ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ എവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇവരൊന്നും നമുക്ക് രാത്രിയൊക്കെ ഇവര് വെറുതെ വന്ന് ഇടിക്കുക, അങ്ങനെയൊക്കെയാണ്. ലൈക്ക് ഇവർക്ക് ബോധമുണ്ടാവേണ്ടി ഫസ്റ്റ് തന്നെ, അതിന്റെ പ്രശ്നങ്ങളാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്, കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാരും ന്യൂസിൽ കേൾക്കണുണ്ടല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ. ഞാൻ പറയണതൊന്നുമല്ല, അവിടെ ഒരാളെ വെട്ടണ് കുത്തണ് അതെല്ലാം ഉണ്ട്, അതൊക്കെ ഉള്ള കാര്യങ്ങളാ. പക്ഷെ ഇപ്പൊ ഞാൻ പറയുമ്പോ അതൊരു പ്രശ്നമാവും. പക്ഷെ അത് ന്യൂസ് കണ്ടു തുടങ്ങിയാൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് തന്നെ ഉണ്ട്, UK ക്രൈംസ് എന്ന് പറഞ്ഞോണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസം എവിടെ എടി ആരോ കൊന്നോ എന്തോ ചെയ്തു എന്തോ പറ്റിയെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും അത് നീ നിക്കണ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ലണ്ടനിലാണെന്ന്, സ്ട്രാറ്റ്ഫോർഡ് അവിടെ ഞാൻ നിന്നിരുന്നത്. അവിടെ ഉണ്ട് പ്രശ്നങ്ങള്. പിന്നെ ഇപ്പൊ ഇവര് പറയണ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാം, എനിക്കറിയില്ല. അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ടാവും, നല്ല സ്ഥലങ്ങളില്ലെന്ന് ഞാൻ പറയണമൊന്നുമില്ല. നല്ല സ്ഥലങ്ങളുണ്ടാവും, കാമായിട്ടുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം കുറെ ആൾക്കാർ മൈഗ്രേറ്റ് ആയിട്ട് വന്നിട്ട് അവര് കയ്യേറിയ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിയമ സംവിധാനങ്ങളിൽ പേടിയില്ല അപ്പൊ അവർക്കൊന്നും? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, പേടിയുണ്ട്. ഈ ഡ്രഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സുലഭമായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും. ഉണ്ട്, ഇല്ലെന്ന് പറയാനൊന്നും പറ്റൊന്നുമില്ല. കാരണം ഇവിടുത്തെ പല ഏജൻസികളും, എല്ലാ ഏജൻസികളും കുറ്റം പറയുന്നില്ല, പല ഏജൻസികളും നമുക്ക് പറയുന്നുണ്ട് അവിടെ ചെന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ അവിടെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ഏജൻസി വരെ കിട്ടിയിട്ടില്ല. ഞാൻ അവരെ കുറ്റം പറയണില്ല. അവര് പക്ഷെ ഇത് ഓഫർ ചെയ്തിരുന്നു ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ. ഇവരെ വിളിച്ചാൽ മതി എന്തിനാണ് പറഞ്ഞത്. അവരെ വിളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, മെസ്സേജ് അയച്ചിട്ടും കാര്യമൊന്നുമില്ല. അവർക്കൊന്നും ചെയ്തു തരാൻ ഇല്ല. അവര് നമ്മളെ എത്തിച്ച് അത്ര ചെയ്തവര്. ലൈക്ക് അതിപ്പോ ഞാൻ പറയട്ടെ, അവിടെ ചെന്നിട്ട് ഇവർക്ക് അവിടെ ഒരു കമ്പനി ഉണ്ടാവണം നമുക്ക് ജോലി തരണമെങ്കിൽ. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഇപ്പൊ വേറെ കുറെ ഏജൻസീസ് ഒക്കെ ഇറങ്ങിയാണ് കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ അവരെ കൂടി പോയിക്കോ, എനിക്കതിൽ വിഷയമൊന്നുമില്ല. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ ഒരു ഏജൻസിനെ പോലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ പോയ ഏജൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും പോവാം,
എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതെ, എനിക്കൊരു അതായത് മേരിക്കുട്ടിയുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, ഇതുപോലത്തെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനത്തെ ചില സ്ഥാപനങ്ങൾ കാരണം മറ്റുള്ളവർക്കും കൂടി അത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല സ്ഥാപനങ്ങളുണ്ട്, അത് കറക്റ്റ്, അത് നമ്മൾ കണ്ടെത്തണം കറക്റ്റായിട്ട് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ആദ്യം ജോലിക്ക് പോയത് എവിടെയായിരുന്നു? ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. പാത്രം കഴുകലായിരുന്നു പണി. പാത്രം കഴുകലായിരുന്നു. വീട്ടിൽ കഴുകാറുണ്ടായിരുന്നു? വീട്ടില് അങ്ങനെ കഴുകാറില്ല. കഴുകാറില്ലായിരുന്നു. അമ്മയൊക്കെ പറയുമ്പോൾ അല്ല, അതിന് മാത്രം പാത്രങ്ങൾ കഴുകേണ്ട വീട്ടിൽ ഉണ്ടാവാറില്ല. പിന്നെ എൻ്റെ മമ്മി അങ്ങനെ എന്താ പറയാ സംഭവിക്കാറില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് ചെന്നാലേ കുറേ വെള്ളം ചെലവാണ്. വെള്ളം ഞാൻ തുറന്നിട്ട് കോരി ചെലവാക്കുമായിരിക്കും അല്ലേ. ലാവിഷായിരുന്നു. അങ്ങനെ കഴുകണമുണ്ട്. മമ്മി പറയും ഇത്രയും വെള്ളം ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും പാത്രം കഴുകാനായിട്ട്. പക്ഷെ അവിടെ കുറെ വെള്ളം ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, കിണറ് പോലത്തെ പാത്രങ്ങളല്ലേ, അപ്പൊ വെള്ളം വേണ്ട വരുമല്ലോ. അത്ര വലിയ പാത്രമൊക്കെ കഴുകിയേക്കുന്നേ. നമുക്കിനി മുങ്ങി കഴുകാൻ വേണമെങ്കിൽ ദൈവമേ. അത് അവിടുത്തെ മറ്റേ കഴുകണ സാധനമല്ലേ, അത് ഇങ്ങനെയാണ് താഴ്ത്തോട്ടാ. നമ്മ നിക്കുമ്പോ താഴ്ത്തോട്ടാ സിങ്ക് അതിന്റെ പാത്രത്തിലോട്ട് വെച്ചരും. എന്റെ അതെ, ആദ്യമൊക്കെ കഴുകുമ്പോ നാടൊക്കെ ഓർമ്മ വന്നായിരുന്നു, നാട്ടില് നിന്നാ മതിയായിരുന്നൊക്കെ തോന്നല് വന്നായിരുന്നു. അങ്ങനെ തോന്നുന്നില്ല. കാരണം എനിക്കറിയാലോ കഷ്ടപ്പെടാനാണ് നമ്മൾ വന്നേക്കുന്നത്. കഷ്ടപ്പെടണം. അതിപ്പോ പാത്രം കഴുകിയിട്ടാണെങ്കിലും ചെല്ലുമ്പോ തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടൂല. അതെനിക്ക് 100% ഉറപ്പായിരുന്നു. ഓൾറെഡി മനസ്സിൽ വിചാരിച്ചായിരുന്നു. ഇങ്ങനെ വിചാരിക്കാണ്ട് പോകുന്നവർക്കാണ് അവിടെ ചിലപ്പോൾ ഡിപ്രഷൻ ഒക്കെ ആയി പോകുന്നത്. ഇപ്പൊ കുറെ പേര് പറഞ്ഞു എന്താണ് ഞാൻ കഷ്ടപ്പെടാൻ റെഡി അല്ലാത്ത കൊണ്ടാണ് രക്ഷപ്പെടാനാണ്. കഷ്ടപ്പെടാനൊക്കെ ഞാൻ റെഡി ആയിരുന്നു. എനിക്ക് ഉറപ്പുമായിരുന്നു ചെല്ലുമ്പോ തന്നെ, ഓടി ചെല്ലുമ്പോ തന്നെ ജോലി കിട്ടണ എന്താണിത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാവും, അതെന്തായാലും നമ്മൾ നേരിടണം. അതിനാണ് നമ്മൾ ഒറ്റക്ക് കഷ്ടപ്പെട്ട് കിടന്ന് പോകുന്നത്. അതെനിക്ക് ഉറപ്പായിരുന്നു. പാത്രം കാര്യങ്ങളുണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ റെസ്റ്റ് ഇല്ല, അതാണ് പ്രശ്നം. കണ്ടിന്യൂസ് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം. അതും ചൂടുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ അവിടെ തണുപ്പിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തണുപ്പിച്ച് കഴുകാം. പക്ഷെ ഇവരിങ്ങനെ ഷെഫ് ഇങ്ങനെ പുറകെ ഇങ്ങനെ ഇട്ടിട്ടിരിക്കും ഫുള്ള്. കഴുകുക വെക്ക, അത് കഴുകി വെച്ച പോലെ അപ്പൊ തന്നെ അവരെടുത്തോണ്ട് പോകും. അത് അടുത്തതുണ്ടാകും, അത് പിന്നെയും കൊണ്ടുവന്നിടും. അതേ പാത്രങ്ങൾ പിന്നെയും കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാത്രം കഴുകില്ല തന്നെ. എത്ര മണിക്കൂറോളം അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നു. അടിപൊളി. നാട്ടിലൊരു ഹോട്ടൽ ഇട്ട് കഴിഞ്ഞാൽ സക്സസ് ആവും, ഒരു സംശയമില്ല. എന്നിട്ട് അവിടെ നിന്ന് എന്തുകൊണ്ട് ഇറങ്ങി? അവിടുന്ന് എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടുത്തെ ഷെഫിൻ്റെ ഒരു അത്ര നല്ല സ്വഭാവമായിരുന്നില്ല അയാൾക്ക്. എന്തുപറ്റി? അയാള് എന്താണ് ഞാനിങ്ങനെ എന്നോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറി. ഇത്രയും പാത്രം കഴുകുകയും വേണം, അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇത് സഹിക്കുകയും വേണം. അതെന്ത് പരിപാടി? ഒരു നല്ല സ്വഭാവമായിരുന്നില്ല അയാൾക്ക് വേറെ ചിന്താഗതികളായിരുന്നു. അപ്പൊ ലൈക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റും, അതിനൊരു എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. അപ്പൊ ലൈക്ക് എന്നോട് സംസാരിക്കുമായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കമ്പനിയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ കമ്പനികളും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കമ്പനികളാണ് എന്ന് വിചാരിക്കരുത്. അതാണ് പ്രശ്നം. അവിടെയാണ് എനിക്ക് തെറ്റിപ്പോയി. അത് എനിക്ക് തെറ്റിപ്പോയി. അപ്പൊ ലൈക്ക് മൊറോക്കണായിരുന്നു കേട്ടോ, വേറെ ആളായിരുന്നു. പക്ഷെ എന്താണെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് ഇങ്ങനെ വീട്ടിൽ വരേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളൂ. വീട്ടിലേക്ക് വരുന്നൊക്കെ വീട്ടില് വരട്ടേന്ന്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ പിന്നെ അവസാനം പുള്ളി എന്നോട് ചെയ്തൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അപ്പൊ എനിക്കത് ലൈക്ക് നമ്മള് ഒറ്റക്കല്ലേ പോയേക്കത്, അപ്പൊ അതിൻ്റെതായ ഒറ്റക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാവും. ഇവർക്കും ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ ഒറ്റക്കാണ് ഇവിടെ നിൽക്കുന്നത്. അല്ല അത് പുള്ളി ഫസ്റ്റേ ചോദിച്ചറിഞ്ഞ്, നമുക്കറിയില്ലല്ലോ ഇയാൾ ചോദിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന്. ഇയാളിങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥിക്കണ ഒരു പുള്ളി. അപ്പൊ നമ്മൾ വിചാരിക്കില്ലല്ലോ ഇയാളെന്തായാലും നമ്മൾ ചെയ്യാൻ പോണ നമ്മൾ വിചാരിക്കും ഇല്ലല്ലോ. ഞാൻ നോക്കും ഫുൾ പ്രാർത്ഥനയാണ്, എപ്പോഴും പ്രാർത്ഥന. ഷെഫിന് എപ്പോഴേക്ക് എന്താണ് ഇത് കിട്ടണോ സമയം കിട്ടണോ അപ്പോഴേക്ക് ഈ പുള്ളി പ്രാർത്ഥന. ഞാൻ എന്റെ പൊന്നോ എന്താ പ്രാർത്ഥന, അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിനെതിരെ അങ്ങനെ കേസ് കൊടുക്കാൻ അങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു. ചില അവിടുത്തെ മാനേജേഴ്സൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പുള്ളിക്ക് കൊച്ചായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ കൊടുക്കല്ലേ, അങ്ങനെ കയ്യും കാലൊക്കെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, ഞാൻ നിർത്തണേന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഞാൻ നിർത്തണേന്ന് പറഞ്ഞു. ഞാൻ പോന്നു.
ഓ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോവാൻ. ലൈക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ പറയണൊന്നുമില്ല. ഇങ്ങനെയും ഉണ്ടാവാം. എനിക്കുണ്ടായി. ഞാൻ അതേ പറഞ്ഞോളാം. ഇപ്പൊ എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യണത് അങ്ങനെയൊന്നുമില്ല. എനിക്കുണ്ടായ കാര്യം ഞാൻ പറഞ്ഞോളൂ. വേറൊരാൾക്ക് ഉണ്ടായെന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുണ്ടായി. അതാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും തോന്നില്ല, എനിക്കുണ്ടായി. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം അല്ലെങ്കിൽ എല്ലാവരും ഇതിനെ എടുത്തിട്ട് മറ്റേ പൊങ്കാലിടും. എന്താണ് ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയായിരുന്നു ജോലിക്കാരെ? അവിടെ ഇത് തന്നെ കുറെ അന്വേഷിച്ചിട്ടല്ലേ കിട്ടിയത്? അവിടെ ഇറങ്ങുമ്പോ ആ ഒരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇനി അടുത്തത് ഞാൻ എങ്ങോട്ടായിരിക്കും? ലൈക്ക് എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാർ, ഞാനേ പെട്ടെന്ന് കമ്പനിയാണ് കൂട്ടത്തിൽ, എല്ലാവരോടും പെട്ടെന്ന് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ റോഡിലാണെങ്കിലും മലയാളികളെയൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് സംസാരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യം നമുക്ക് ജോലി കിട്ടണം. അപ്പം എങ്ങനെ പരിചയപ്പെട്ടാണ് നമുക്ക് കിട്ടണം. പിന്നെ പെട്ടെന്ന് പരിചയപ്പെടും. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതിൽ 2 ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കെയർ ഹോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവിടെ ഞങ്ങൾ അവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, നീ വായോ ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല പൈസയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയും കഷ്ടപ്പാടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞു. നമുക്കത് മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നമ്മൾ വേറെ കുറേ കടകളിൽ നോക്കി, ജോലി കിട്ടണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ലൈക്ക് ആദ്യമായിട്ട് കയറാൻ വേണ്ടി എനിക്ക് പേടിയായിരുന്നു. എനിക്കറിയാൻ കൂടിയില്ല എന്താ സംഭവം. അങ്ങനെ ഞാൻ അവരെ കൂടി പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാർ നോക്കണേ എന്നുള്ള എനിക്കറിയാം. പക്ഷെ അതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം പോയിട്ട് എനിക്ക് പനിയൊക്കെ പിടിച്ച് പേടിപ്പനി പിടിച്ച്. അല്ല ഇങ്ങനെ ചെയ്തിട്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ. ഫുൾ അവരെ കെയർ ചെയ്യണം. അവർക്ക് വേണ്ടല്ലോ എല്ലാ പേഴ്സണൽ കെയറും നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ഫസ്റ്റ് ഡേ ട്രയലാണ്. അപ്പൊ കൂടെ നിന്നാൽ മതി. കൂടെ തലകറക്ക് ലാസ്റ്റ് വീട്ടിൽ വന്ന് എനിക്ക് പനിയായി. എന്തിനു പേടിച്ചേ? എനിക്കങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ കൊറോണ ഉള്ള പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, കൊറോണയുടെ. അപ്പൊ ഒരു റൂമിലോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് മാറരുത്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു. ഫുള്ള് പിന്നെ ആ ഹോം കാണാൻ ഒരു ടെറർ ലുക്ക് ഇട്ടിരുന്നു. എനിക്കൊരു പേടി, എന്തോ ഒരു പ്രശ്നമുള്ള സംഭവം. അപ്പൊ എനിക്ക് എന്ന് വെച്ചാല് ഒരു റൂം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു റൂം, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത്. അതിന്റെ പ്രശ്നം കൂടിയായിരുന്നു എനിക്ക്, അല്ലാതെ വേറെ ഒന്നും അല്ല. അത് കഴിഞ്ഞ ഒരാഴ്ച പനി പിടിച്ച് കിടന്നു തോന്നണം. പനി പിടിച്ച് കിടന്ന് അല്ല ഞാൻ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇതായി പോയി, എന്ത് ചെയ്യും, ഇത് ചെയ്യണ പോലെ വേറെ വഴിയില്ലല്ലോ അവസ്ഥ എത്തി. പിന്നെ പനി പിടിച്ച് ഒരാഴ്ച കിടന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്ന്. അത് വേറൊരു സ്ഥലത്താണ് പിന്നെ പോയത്, തിരിച്ച് കെയറോമിൽ തന്നെയാണ് പോയത്, പക്ഷെ വേറെ സ്ഥലത്തോട്ടാണ് പോയത്, ഒരു ഏജൻസി വഴി. ഇത് ഇവിടെയൊക്കെ നമുക്ക് സാലറി ഒക്കെ കറക്റ്റായിട്ട് എല്ലാവരും ജോലി ചെയ്ത പൈസയൊക്കെ കിട്ടും. ജോലി ചെയ്ത അവർലി പേ ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല പണിയും ഉണ്ട്. അതനുസരിച്ച് ലൈക്ക് എന്ന് വെച്ചാല് പണി ഉണ്ടെന്ന് വെച്ചാൽ ചില ഹോമുകളിൽ സുഖിക്കും, ചില ഹോമുകളിൽ കുറച്ച് പാടുണ്ട്. അപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെയാണ്. കാരണം ഇപ്പൊ കുറെ പേര് പറഞ്ഞു ഇവള് പറയണ പോലെ ഒന്നും അല്ല കെയർ ഹോം എന്ന് പറയുന്നുണ്ട്. ഞാൻ പോയി, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാത്രമല്ലേ ഞാൻ പറയണുള്ളൂ. അപ്പൊ ഞാൻ സുഖമായിട്ടുള്ള ഒരു ഹോമിൽ വരെ ഇരുന്നിട്ടുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ മതി. അപ്പൂപ്പനമ്മമാരൊക്കെ ഇട്ടിരിക്കണം, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഇവർക്ക് ചായ ഒക്കെ വരുമല്ലേ, അപ്പൊ ചായ കുടിക്കി എന്ന് പറയാം. ചായ കുടിക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് വർത്തനം പറഞ്ഞ് വെറുതെ. അവർക്ക് ഞാൻ പണിയെടുക്കണ്ട, അവർ വേറെ നഴ്സുമാരുണ്ട്. അവർ പറഞ്ഞ് നമ്മള് ഇങ്ങനെ ഏജൻസി വഴി നിങ്ങൾ വന്നേക്കണല്ലേ, നിങ്ങൾ ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ ഇരുന്നിട്ട് ഈ അപ്പൂപ്പന്മാരോട് സംസാരിക്കും. പിന്നെ ഇടക്കൊക്കെ അവരുടെ തുണിയൊക്കെ മടക്കാനൊക്കെ റൂമിൽ അലക്കി കൊണ്ടുവന്നിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് പോയി മടക്കി വെക്കാൻ പറയും. ഞാൻ എല്ലാം മടക്കി ഇതിലൊക്കെ വെക്കും. ഫ്രീ ഒന്നുമില്ല, ഒന്നും ചെയ്യല്ല. 12 മണിക്കൂർ ഇത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യല്ല. തുണി മടക്കി കഴിയുമ്പോൾ തിരിച്ചിവിടെ ഹോളിൽ വന്നിരിക്കുക, ഇവരെ കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു അതിലിരിക്കുക, അത്രേ ഉള്ളൂ. സുഖമായിരുന്നു. ഈ ഒരു വീഡിയോയിൽ മൂക്കിനിടിയുള്ള കഥ പറഞ്ഞിരുന്നില്ല, അത് നേരത്തെ പറഞ്ഞ ആൾക്കാരാണോ? അല്ലല്ല, അതെന്താ സംഭവം? അത് കലാപം ഉണ്ടായെന്ന് പറഞ്ഞാലേ, കലാപം ഉണ്ടായെന്ന് പറഞ്ഞത് ശരിക്കും കലാപം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായി. പക്ഷെ അത് എന്റെ സ്ഥലത്തല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്തല്ല ഉണ്ടായത്, വേറൊരു പാർട്ടില് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തോ ഇഷ്യൂസ് ഒക്കെ വന്ന് എന്തോ തല്ലുകൊടുത്തോയി ബഹളമായി അങ്ങനെ. അപ്പൊ ഞാൻ അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളി എന്നോട് പറഞ്ഞ്, എടി നീ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റേ വീട് മാറിയ ഇത് ചെയ്തപ്പോഴാണ് കേറിപ്പോയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എല്ലാരും മെസ്സേജ് അയക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വീഡിയോ എന്തെങ്കിലും. അപ്പൊ ഞാനീ പുള്ളിനോട് ചോദിച്ചു എന്ത് ചെയ്യും, ഒരു കണ്ടന്റ് അറിയുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ എല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പുള്ളിയാണ്. അപ്പൊ
ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ പറയാലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ആ ഇട്ടോ അതിനിപ്പോൾ എന്താ ഉള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു. അത് പറഞ്ഞതിന് ആകെ മറ്റേ ഏതൊരു ചാനൽ സത്യത്തിൽ അതിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല. ഇട്ടിട്ട് ഞാൻ ജോലിക്ക് പോകണാണ്. ഞാൻ ആസ് യൂഷ്വൽ ജോലിക്ക് പോയി. ഞാൻ എന്റെ ഫോണൊക്കെ ഓഫ് ചെയ്ത് സൈഡിൽ മാറ്റിയൊക്കെ വെച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബ്രേക്കിന് ഫോൺ എടുത്തപ്പോഴേക്കും ഫോണിൽ തരാ മെസ്സേജ് കോള് ലൈക്ക് എല്ലാരും വിളിക്കണ്. എന്താ പ്രശ്നം എന്താ? ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. നീ വയറിലാവണേണ് എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു. എടീ കലാപമാണെന്ന് പറഞ്ഞാൽ എന്ത് കലാപമാണ്? ഞാൻ അതിവിടെ അല്ല, അത് വേറെ സ്ഥലത്ത് നടക്കണേണ് എന്ന് പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ തുടങ്ങി ഈ കൊച്ചു വെറുതെ പറഞ്ഞാണ്, ഈ കൊച്ചു ആ സമയത്താണ് പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പൊ ഞാനുള്ള സ്ഥലത്തല്ലല്ലോ കലാപം, ഞാൻ പുറത്തിറങ്ങി എനിക്ക് ജോലിക്കുണ്ടേ. കലാപം എല്ലായിടത്തും നടക്കുന്ന പറഞ്ഞുകൊണ്ട് എനിക്ക് ജോലി ലീവ് എടുക്കാൻ പറ്റൂല, നമുക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ ഇത് വല്ലാത്തൊരു ഇഷ്യൂ ആയല്ല എന്ന് വെച്ചാൽ അതിനിരുന്ന്. പിന്നെ ഞാൻ പുള്ളിനോട് വന്നിട്ട് പറഞ്ഞിട്ടാ അല്ലല്ല ഇതെന്ത് ചെയ്യൂ ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു എടി ഇത് നീ മാത്രമല്ല പറഞ്ഞത്, കുറെ ആൾക്കാർ പറഞ്ഞു നീ വീഡിയോ ഒന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ ശരിക്കും അവിടെ കലാപവും കാര്യങ്ങളും എല്ലാം നടക്കണം. അതിന് കലാപം നടക്കണ്ട വീഡിയോ ചെയ്തവർ ഞാൻ കണ്ടിട്ടില്ല, കലാപം നടക്കണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയായിരുന്നു. ഞാൻ നോക്കി കുറെ ആൾക്കാർ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തതിനിപ്പോ അങ്ങനെ ചോദിച്ചോട് എന്റെ പിന്നെ ഇത് ഇട്ടിട്ട് എന്നെ കുറെ ആൾക്കാർ നീ UK ജീവിക്കണവരുടെ പേരുദോഷമാണ്, പേരുദോഷം ഉണ്ടാക്കണേണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് നല്ലത് മര്യാദക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണതാന്ന് പറയും. ഞാനപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ബാക്കി കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഇങ്ങനെ ഇതിനെതിരെ പറയണം വീഡിയോസ് എടുത്ത് ഞാൻ ഈ അങ്കിളിനെ അയച്ചു കൊടുത്തു. ഞാൻ അങ്കിളിനോട് പറഞ്ഞു അങ്കിളെ ഇവരോടും കൂടി ഒന്ന് ഡിലീറ്റ് ആക്കാൻ പറയും. അങ്ങനെ ഇവര് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കാം, അല്ലാതെ ഞാൻ എന്തിനാണ് ചോദിക്കും. പിന്നെ അങ്കിളിന് വേണമെങ്കിൽ എന്നെ അൺഫോളോ ചെയ്ത് പോവാം, ഓക്കെ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഞാൻ പറയണത് ആരും കേൾക്കണമെന്നില്ല. പിന്നെ ഞാനൊന്നും സീരിയസ് ആയിട്ട് ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞോ ഇവിടെ കലാപമാണ് ഗൈസ് അങ്ങനെയൊന്നും പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഭയങ്കര കൂളായിട്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഗൈസ് എന്നൊന്നും ഞാൻ പറയണമെന്നില്ല. അത് സത്യത്തിൽ ഏതൊരു ന്യൂസ് ചാനൽ മറുനാടൻ മലയാളിയാ ആ പുള്ളി, ഇനിയിപ്പോൾ ആ പുള്ളി അറിഞ്ഞാലെന്താവുന്നാവും. ആ പുള്ളി എന്താണ് ഇതെടുത്തിട്ട് പുള്ളിയുടെ ചാനലിട്ട് എൻ്റെ തമ്മിൽ എൻ്റെ ഫോട്ടോ, ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൂടില്ല. എന്നെ അപ്പുറത്തിരിക്കണ കൂടെ ജോലിയാണ് ചെക്കനോട് എടി നീ ന്യൂസിൽ വന്നു ന്യൂസില അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കണം പ്രശ്നമാവോ മോളെ. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നമാവാനാണ്, ഞാൻ മാത്രമല്ലല്ലോ ചെയ്തേക്കണേ, എന്തോരാൾക്കാർ ചെയ്തേക്കണേ. അപ്പൊ ഇതാണ് കുറെ ആൾക്കാർ കണ്ടത്. ആ പുള്ളി ചെയ്ത വീഡിയോ ആണ്, നെഗറ്റീവ് വീഡിയോ ആണ് കുറെ ആൾക്കാർ കണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞേ അങ്കിളിന് നല്ല ലൈഫ് ഉണ്ട് ഇവിടെ, ഞാൻ എന്ത് ചെയ്യാനാണ് അങ്കിളിനെ ഞാനൊന്നും പറഞ്ഞില്ല. കലാബോർഡെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്കിളിനൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറയണ്ട അങ്കിൾ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്കിൾ അവരോടൊക്കെ പറയും ഡിലീറ്റ് ആക്കാൻ, എന്നിട്ട് ഞാൻ ഡിലീറ്റ് ആക്കാം. പിന്നെ അങ്കിളിന് വേണ്ട. ഇതിൽ മറ്റേ ഈ കേരളന്മാരൊക്കെ വരാറുണ്ടോ മോളെ, എന്നാൽ ഉപദേശിച്ചുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഉപദേശിക്കാനായിട്ട് ഞാൻ കൊടുക്കാറില്ല, കേൾക്കാനൊന്നും കൊടുക്കാറില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഈ അങ്കിള് പറഞ്ഞ ആള് പുള്ളി ഇടക്ക് മെസ്സേജ് അയക്കും എന്താണ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ സത്യം പറയില്ല, ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. എനിക്ക് അങ്ങനെ ഓവർ കെയറിങ് ആവശ്യമില്ല. എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ പുള്ളി എനിക്ക് ചിലവിന് തരൂല, അതെനിക്കറിയാം. ഞാൻ കഷ്ടപ്പെടണം, ഞാൻ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ പുള്ളി ചെലവിന് കാര്യത്തില് ഇപ്പൊ പുള്ളി എന്തായാലും ഞാൻ പറയട്ടെ അങ്കിളിനോട് ഞാനൊരു ഹെൽപ്പ് വെച്ചിട്ടുണ്ട്. ആ പുള്ളി എത്ര വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാ, കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടേ ഇരിക്കണേ. ആ പുള്ളിയാണ് എനിക്ക് പാത്രം കഴുകണ ജോലി തന്നത്. അപ്പൊ പുള്ളി പാത്രം കഴുകിക്കൊണ്ടിരിക്കാം ജീവിതകാലമായിട്ട് ഇത്രയായിട്ട് 15 കൊല്ലായി. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് പുള്ളി എന്തായാലും ഞാൻ പുള്ളിനോട് ഒരു ഹെൽപ്പ് ചോദിച്ചു. എനിക്കൊരു വീട് എടുക്കാനായിട്ട് നമുക്ക് ഗ്യാരണ്ടർ വേണം. ഹെൽപ്പ് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഭാര്യ സമ്മതിക്കണില്ലെന്ന് പറഞ്ഞു. പുള്ളി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വന്നു എൻ്റെ അടുത്ത്. പിന്നെ ഭാര്യ സമ്മതിക്കണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് എന്നെ ഉപദേശിക്കാൻ വന്നത്? എനിക്കെന്റെ ആവശ്യമില്ല. ലൈക്ക് എന്തിനാ അവര് ഒരു സഹായം പോലും അതിനൊന്നും ചെയ്യണ്ട. ഗ്യാരണ്ടർ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു വീട് അങ്ങനെ കിട്ടൂല. അപ്പൊ അതിനൊന്ന് ഒരു ഇതായിട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ.
പുള്ളിക്ക് പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ അങ്കിളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. ആ ഒരു പരിചയമാണ്. ആ ഒരു പരിചയം എന്ന് വെച്ചാൽ എനിക്ക് ഈ ജോലി കിട്ടിയതിന്റെ പരിചയമാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നീ നമ്മളെ കൂടെയൊക്കെ കൂടണം, നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ഹെൽപ്പ് ഉദ്ദേശിച്ച് ചോദിച്ചു പോയതൊന്നുമില്ല. ലൈക്ക് ആരും ഇല്ലായിരുന്നു ചോദിക്കാനായിട്ട്. ഇത്ര നാള് താമസിച്ച ആരെങ്കിലും വേണ്ടേ? എല്ലാം നമ്മുടെ കൂടെയുള്ള എല്ലാ സ്റ്റുഡൻസാ. അപ്പൊ ഞാനൊന്ന് ചോദിച്ചതാ, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ, ഒരു വാക്കല്ലേ, നമ്മൾ ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് പറ്റില്ല. പിന്നെ പുള്ളി എന്തിനാണ് എന്നെ ഇതാക്കാൻ വേണ്ടി വരുന്നത്? എനിക്ക് എന്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ, ഞാൻ വേറെ കേട്ടോ, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ UK പോകുന്ന പിള്ളേര്, ഇപ്പൊ ഒരുപാട് പിള്ളേർ കൊടുത്ത് ഇപ്പൊ നമുക്ക് ദിനം പ്രതി ഇഷ്ടം പോലെ പിള്ളേരെ പല ഏജൻസിന്ന് പോകുന്നത്, അവരോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇത്ര അനുഭവങ്ങളുള്ള ഇതിലുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഉപദേശം എന്ന് പറഞ്ഞാല് ലൈക്ക് ഞാൻ ഉപദേശിക്കാൻ ഞാൻ ഒരാളല്ല. അല്ല, മനസ്സിലായി. പക്ഷെ എക്സ്പീരിയൻസ് ആണല്ലോ ഒരു മനുഷ്യനെ. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് നല്ലോണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാല് ആരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ ചോദിക്കുക, അന്വേഷിക്കുക, എന്താണ്, എന്നിട്ട് പോവാൻ ശ്രമിക്കുക കൂടുതൽ ആരെങ്കിലും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്വേഷിച്ചാലും എത്രത്തോളം ഒരാൾ സത്യം പറയും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം എനിക്കറിയാൻ പാടില്ല ആരൊക്കെ സത്യം പറയും, ആരൊക്കെ ഇത് പറയുന്നു. ലൈക്ക് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫേക്കാണ്, എല്ലാവരും സെൽഫിഷാണ്. അവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാർ സെൽഫിഷാണ്, നമുക്കത് അവിടെ എത്തുമ്പോൾ അറിയുള്ളൂ. എന്താ കൂടെ നിൽക്കണവർ പോലും ഒരു പോയിന്റ് എത്തുമ്പോൾ മാറും. പൈസയാണ് പ്രധാനം എന്നൊരു പോയിന്റ് ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ ചെല്ലുമ്പോൾ മറ്റൊരാളെ പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെല്ലാണ്ടിരിക്കുക. അവനവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോണു എന്ന് വിചാരിച്ചു പോകണ്ട. നിങ്ങൾ പോകാൻ ഓക്കെ ആണോ, കോൺഫിഡന്റ് ആണോ, നിങ്ങൾ ധൈര്യം ഉണ്ടോ, രക്ഷപ്പെടാനും ഓക്കെ ആണോ, പോവാം, രക്ഷപ്പെടും. ഞാനിപ്പോഴും പറയണില്ല അവിടെ വന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. രക്ഷപ്പെട്ട ഒരു കാറ്റഗറി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ രക്ഷപ്പെട്ട കാറ്റഗറിക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്ന കാറ്റഗറി ഉണ്ട്. ഞാൻ പറഞ്ഞ എന്റെ ഫോണിലുണ്ട് മെസ്സേജസ്. ഇന്നലെ ഈ ഇന്റർവ്യൂ ഇറങ്ങിയിട്ട് ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എന്റെ നെഗറ്റീവ് പറയുന്നുണ്ട്, ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നീ എങ്കിലും കാണിച്ചല്ല മനസ്സ് പുറത്ത് പറയാനായിട്ട്, ഞങ്ങൾക്കൊന്നും ഇവിടെ തിരിച്ചു വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, അവിടെ എന്താണ് ഞങ്ങൾ ഫേസ് ചെയ്ത് എന്താന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഇപ്പോഴും 30 ലക്ഷം കടമാണ്. ഞാൻ രാവിലെ വരെ ചേച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ആ ചേച്ചി തിരിച്ചു പോകുന്ന റീസൺസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്ത് കഷ്ടമാണ്, 30 ലക്ഷം കടമാണ് മോളെ, ഞാൻ എന്താ ചെയ്യുക, അത് കൂടെ ഉള്ളത് ചതിച്ചതാ. അപ്പൊ ഈ ചേച്ചി പറഞ്ഞാണ്, നീയെങ്കിലും പറഞ്ഞല്ല അറ്റ്ലീസ്റ്റ് ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ ഒപ്പം. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇപ്പം എല്ലാവരും പറഞ്ഞു നീ ജനറലൈസ് ചെയ്തു, നീ അങ്ങനെ പറഞ്ഞു, നീ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വരരുതെന്നും അല്ല, ലൈക്ക് UK പോകരുതെന്നും ഞാൻ പറയണില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതേ കൂടുതൽ ഒന്നുമില്ല. ഇനി ഞാൻ പറയണു അവിടെ ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റും, കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടാൻ പറ്റും. അതെ, പക്ഷേ അതിന്റെ പുറകില് എല്ലാം ഈസി ഒന്നുമല്ല. കഷ്ടപ്പെട്ടാൽ തന്നെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ്, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു അവരോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിച്ചില്ല, അപ്പം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ ചോദിക്കാനത്. അപ്പം നിങ്ങൾക്ക് അവരോട് ചോദിക്കുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു നിന്നെ കുറിച്ച് വീഡിയോസ് ചെയ്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തോ. അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഉണ്ട് എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേരിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു വെച്ചാൽ അവരോടൊക്കെ ചോദിക്കണം, എന്താ അവരുടെ അടുത്തുനിന്ന് ഹെൽപ്പ് വാങ്ങിച്ചോ. സഹായിക്കണ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് എന്നേലും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ പറയുന്നത്. ആർക്ക് പിന്നെ എന്താണ്, മേരി ലോകം കണ്ടിട്ടില്ല, ഞാൻ ലോകം കണ്ടിട്ടില്ല, ഞാൻ UK കേരള മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ കൊച്ചു കൊച്ചു സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അതേന്ന് ഇപ്പൊ എന്താണ്, അയ്യോ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ നുണ പറഞ്ഞിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്. അതേന്ന് എനിക്ക് പിന്നെ ഞാനിപ്പ ഇതില് തല്ലു പിടിക്കാനോ ഇതില് പറയാനോ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ എന്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹെയ് സോസാന്ന് പേരിലും. 3 വർഷമല്ല അവിടെ നിന്ന്? അതെ, 3 വർഷം നിന്ന്. ഇതിനിടെ കൂടി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അവിടെ. അതാണ് പക്ഷെ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ആ ബിസിനസ് തുടങ്ങാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി.
അതാ പറ്റിയത്. ഞാൻ ചെന്നപ്പോ അത് എന്തുകൊണ്ടായിരിക്കും ലേറ്റ് ആയി? അവിടെ സാഹചര്യങ്ങളും ഉണ്ടാവും. അതെ, സാധനങ്ങൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മള് ഈ പണി കഴിഞ്ഞിട്ട് വന്ന പൈസ ഒന്ന് റോൾ ചെയ്ത് എടുക്കണമല്ല. റോൾ ചെയ്ത് എടുക്കാനുള്ള പൈസ കിട്ടണില്ല. കാരണം നമുക്ക് റെന്റ് അടയ്ക്കണം, ഫുഡിന് വാങ്ങിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ എല്ലാം കൂടി റോൾ ചെയ്ത് ആ ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തണില്ല. പക്ഷെ ഒരു പോയിന്റില് എനിക്ക് തോന്നി എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസില് ഫൈനാൻസ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസ്, ആ ഓഫീസിലെ ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരെൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നിട്ട് മേരി ഇങ്ങനെയൊക്കെ ചെയ്യല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല, ഇൻസ്റ്റാഗ്രാം റീലിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ അവർ എൻ്റെ മറ്റേ ഇത് ഗിഫ്റ്റിൻ്റെ പേജൊക്കെ കാണും. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് നമ്മുടെ ഒരു സാറിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, നീ ഗിഫ്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ ഇല്ല നീ ഉണ്ടാക്കി ഇവർ ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം, ഞാൻ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ബൊക്കെ ഉണ്ടാക്കി, ചോക്ലേറ്റ് ബൊക്കെ. ഇതുണ്ടായി എന്ന് വെച്ചാൽ ആ സാറിന് തന്നെയായിരുന്നു ആഗ്രഹം, പക്ഷെ ആ സാറിന് സർപ്രൈസ് ആയിട്ട് കൊടുത്തേ. ആ സാറാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. സാറ് പറഞ്ഞ നീ ചെയ്യണോട്ടാ ഞാൻ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. തമിഴ് പറഞ്ഞ പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുള്ളിക്ക് തന്നെ സർപ്രൈസ് കൊടുക്കാന്നായി. ഞാൻ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യണുണ്ട്, പറയരുത് എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടായിരുന്നു പാർട്ടിയൊക്കെ, ബർത്ത്ഡേ പാർട്ടിയൊക്കെ. അപ്പൊ ഞാൻ ഈ ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ഒരു ഫോട്ടോ അങ്ങോട്ട് തുടങ്ങി. ഇവരെല്ലാരും ഷെയറിങ്ങാ. ഇവരെന്തിട്ടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ മലയാളമാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ മലയാളമല്ലേ, അത് കുഴപ്പമില്ല, ഞങ്ങൾ ഷെയർ ചെയ്യാം, എല്ലാം ഷെയറിങ്ങാ, എല്ലാം ഷെയർ ചെയ്യാം എല്ലാത്തിനും. പിന്നെ ഞങ്ങളുടെ ഓർഡർ വരാൻ തുടങ്ങി. അപ്പൊക്ക് മനസ്സിലായി സംഭവം കേറി കൊളത്തി. ഓർഡറൊക്കെ വന്നിട്ടുണ്ട്, ഇത് നമ്മൾ വിചാരിക്കണ സ്ഥലത്തൊന്നല്ല നിക്കണേ, നല്ലോണം ഓർഡർ വന്ന്. ഞാൻ ലേറ്റായി പോയല്ലോ എന്നുള്ളൊരു ഇതിലെത്തി ഞാൻ. അപ്പോഴേക്കും ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തു. കാരണം അവരെനിക്ക് വിസ തരാന്നൊരു ഇതിൽ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞില്ല എന്നാലും എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്കല്ലേ പ്രിഫറൻസ് കൊടുക്കുള്ളൂ. അതാണ്. പിന്നെ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല, അത്ര വലിയ കമ്പനിയാണ്. അപ്പൊ ഞാനിപ്പോൾ എന്താണ് പുള്ളിനോട് ചോദിച്ചപ്പോൾ അവസാനം വരെ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടത്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ഞാൻ അപ്പോഴും വിചാരിച്ചത് നമുക്കൊരു കുറച്ച് നാളും കൂടി വർക്ക് ചെയ്താൽ മതി, അപ്പോഴും കമ്പനി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ എന്തെങ്കിലും വിസയിലോട്ടും കാര്യങ്ങളൊക്കെ മാറാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും ഈ വിസ തീർന്നുപോയി. അതാണ് പറ്റിയത്. പക്ഷെ ഞാൻ പറയാം സ്റ്റിൽ നൗ എനിക്ക് ഈ UK ഓർഡർ വന്നുണ്ട് ഇപ്പോഴും. പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ എനിക്ക് ചെയ്യാൻ ആളില്ല. ഞാൻ ഒറ്റക്കല്ലേ തുടങ്ങിയത്. ഇപ്പൊ നാളെ ഇവിടുന്ന് കേറി പോണെന്ന് വിചാരിച്ചാ പോവും. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു സ്റ്റാർട്ടപ്പ് അവിടെ ഓൾറെഡി ഓൺ ആക്കിയിട്ട് അങ്ങോട്ട് പോന്നേക്കുന്നേ. അതാണ് ഇനിയാണ് തുടക്കം. ഓർഡറിന് പറയണ ആൾക്കാരോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് അയക്കാൻ പറ്റില്ല, കാരണം ഒരു എമൗണ്ട് വരും ഉണ്ടാക്കണം. ആ കോസ്റ്റ് കൂടാണ്ട് കൊറിയർ ചാർജ് അതെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടമാണ്, എനിക്ക് കുഴപ്പമുണ്ടാവൂല. ഞാനൊരു ബിസിനസ് ആകുമ്പോ എനിക്ക് പ്രോഫിറ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരാളെ പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാധനം ചെയ്തു തരാം, അല്ലാതെ എനിക്കിപ്പോ സാധനം ചെയ്തു തരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറയാറ്. എന്തായാലും പരിപാടികളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് നമ്മള്. എന്തായാലും പോയ കാര്യങ്ങൾ കുറച്ചൊന്നല്ല കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എല്ലാവരോടും പറയുന്നത്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടും അല്ലേ. എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് ചെല്ലാം. അതേ സാധനം ഞാൻ ഇവിടെയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഇവിടെയും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഗിഫ്റ്റ് ചെയ്തോണ്ടിരിക്കണം. അവിടെ ചെന്ന് ഞാൻ അവിടെ ഗിഫ്റ്റ് ചെയ്യും. അവിടെയും ചെയ്യും. എവിടെ ചെന്നാലും 4 അല്ലേ വീഴുള്ളൂ എന്ന് മനസ്സിലായില്ലേ. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ രക്ഷപ്പെടാനുള്ളതാണെങ്കിൽ എപ്പോഴും രക്ഷപ്പെടും. രക്ഷപ്പെടാണ്ടിരിക്കൊന്നുമില്ല. എല്ലാവർക്കും ഒരു പോയിന്റ്, ആ പോയിന്റ് കറങ്ങി തിരിഞ്ഞ് എത്താൻ ഇത്തിരി സമയം ഉണ്ടാവും, സമയം എടുക്കും. ടൈം എടുക്കും എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത്. ഇപ്പോൾ സ്വന്തമായിട്ട് അവിടെ ബിസിനസ്സൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടും ഇപ്പോൾ ആ ബിസിനസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ബിസിനസ്സിൻ്റെ ഇതൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? എന്താ നമ്മുടെ ബ്രാൻഡ് പേരെന്ന് പറഞ്ഞേ? ഹെയ്സ് സോസ. എന്താ പേര് ചൂസ് ചെയ്യാൻ കാരണം എന്താ? സർനെയിമാണ്. പേര് തന്നെ മേരി ഷിൽ സോസ. മേരി ഷിൽ എൻ്റെ പേര്, സോസ എൻ്റെ സർനെയിം. ഞാൻ ആംഗ്ലോ ഇന്ത്യനാണ്. അതുകൊണ്ട് വെരി നൈസ്. എന്നിട്ട് ഇവിടെ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? ഒരു ഓർഡർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, പേജ് ഉണ്ട്. പേര് പറയൂ. അതിന്റെ പേര് ഹെയ്സോസ എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഹെയ്സോസ എന്നാണ് പേര്. അതെ, ഹെയ്സോസ ഒഫീഷ്യൽ. അപ്പൊ അതില് മെസ്സേജ് അയച്ചാൽ മതി. ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് കൂടാതെ നമ്മൾ കുറച്ച് വേറെ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാൻ നോക്കണുണ്ട്. കുറച്ച് ഇ കൊമേഴ്സും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്.
പിന്നെ കുറച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ചൈനയിലോട്ടൊക്കെ ഒന്ന് പോണം, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യണുണ്ട്. അതൊക്കെ ഭാവിയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഹാമ്പറും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടി ഫോക്കസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പക്ഷെ ഞാൻ ഇവന്റ്സ് ഇങ്ങനെ കൂടുതൽ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒരാളെയും കൂടി ലൈക്ക് വേറൊരു കമ്പനിയായിട്ട് കൊളാബ് പോലെ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് എനിക്ക് എല്ലാം കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. കുറെ എൻക്വയറീസ് ഒക്കെ വരുമ്പോ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. എന്തായാലും വരട്ടെ, ഒരുപാട് ബിസിനസ് എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഇവിടെയും UK-ലും എല്ലായിടത്തും നല്ല പടർന്ന് പന്തലിക്കട്ടെ. ഞാൻ ശരിക്കും ഇങ്ങനൊരു ഇൻ്റർവ്യൂ അല്ല പ്രതീക്ഷിച്ചത്. ഭയങ്കര ചില്ലായിട്ട് നിൽക്കുന്ന ഒരു ന്യൂജൻ കുട്ടി വന്ന് മുമ്പിലിരുന്നുള്ള ഒരു ചിൽ വർത്താനങ്ങളൊക്കെയാണ്. പക്ഷേ വ്യക്തമായി ലൈഫിനെ പഠിച്ചിട്ട് വിജയിച്ചു വന്നിരിക്കുന്ന ഒരാളാണ്. ഐ അപ്രിഷിയേറ്റ് യു. ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നല്ല, എത്തിയിരിക്കും. 100% ഉറപ്പാണ്. അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷിക്കും. അങ്ങനത്തെ ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ടീമിൻ്റെ എന്തായാലും താങ്ക് യു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.